പ്രവാസി യാത്രക്കാർ ശ്രദ്ധിക്കുക. യുഎഇയിൽ ഉൾപ്പെടെ ഗൾഫ് വിമാന സർവീസുകളിൽ വൻ മാറ്റം. ഗൾഫ് മേഖലയിലെ സുരക്ഷാ സാഹചര്യവും ചില വ്യോമപാതകളിലെ താൽക്കാലിക നിയന്ത്രണങ്ങളും തുടരുന്നതിനിടെയാണ് മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. എമിറേറ്റ്, ഇത്തിഹാദ്, ഫ്ലൈ ദുബായ്, എയർ അറേബ്യ തുടങ്ങിയ വിമാനങ്ങൾ ചില സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. പ്രവാസി യാത്രക്കാർ ശ്രദ്ധിക്കുക. യുഎഇയിൽ നിന്ന് വിമാനയാത്ര നടത്തുന്നവർ പുറപ്പെടുന്നതിന് മുമ്പ് വിമാനത്തിന്റെ സർവീസ് നില പരിശോധിക്കണം. ഇത് വിമാന കമ്പനികളുടെ നിർദ്ദേശമാണ്. പ്രത്യേകിച്ച് വർദ്ധിച്ചുവരുന്ന ഗൾഫ് മേഖലയിലെ സുരക്ഷാ ആശങ്കയും നിലവിലെ സാഹചര്യവും ചില വ്യോമപാതകളിലെ താൽക്കാലിക നിയന്ത്രണങ്ങളും തുടരുകയാണ്. അതിനാൽ എമിറേറ്റ്സ്, ഇത്തിഹാദ്, ഫ്ലൈ ദുബായ്, എയർ അറേബ്യ തുടങ്ങിയ വിമാന കമ്പനികൾ അവരുടെ സർവീസുകളിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. യുഎഇയിൽ നിന്നുള്ള ഭൂരിഭാഗം വിമാന സർവീസുകളും അതിനിടയിൽ സാധാരണ നിലയിലായി തുടരുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ചില സർവീസുകൾ റദ്ദാക്കുകയും ചില സർവീസുകൾ വൈകുകയും ചെയ്തിട്ടുണ്ട്. യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഇത് കൃത്യമായി പരിശോധിക്കണം. എമിറേറ്റ്സ് ആകട്ടെ ദുബായിൽ നിന്ന് ദമാം, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള ചില സർവീസുകൾ റദ്ദാക്കിയിരിക്കുകയാണ്. ഇത്തിഹാദും ചില സർവീസുകൾ നിർത്തിവെച്ചിട്ടുണ്ട്. അബുദാബി, ബഹ്റൈൻ റൂട്ടുകളിലെ സർവീസുകൾക്ക് പുറമെ അബുദാബിയിൽ നിന്ന് കുവൈറ്റിലേക്കുള്ള EY653, കുവൈറ്റിൽ നിന്ന് അബുദാബിയിലേക്കുള്ള EY654 സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. മാത്രമല്ല, കുവൈറ്റ്, ബഹ്റൈൻ സർവീസുകൾ എപ്പോൾ പുനരാരംഭിക്കുമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടില്ല. ബാധിക്കപ്പെട്ട യാത്രക്കാർക്ക് പകരം യാത്രാ സൗകര്യങ്ങൾ കമ്പനി ഒരുക്കുന്നുണ്ടെന്നും അറിയിച്ചു. അതേസമയം ഫ്ലൈ ദുബായ് ആകട്ടെ FZ711A ദുബായ് ടിബ്ലിസി, FZ811A ദുബായ് അബ്ഹ, FZ033 ദുബായ് സലാല എന്നീ സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. എയർ അറേബ്യ ഷാർജയിൽ നിന്നും അബുദാബിയിൽ നിന്നും കുവൈറ്റ്, ബഹ്റൈൻ, ദോഹ, അബ്ഹ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി. ഇതിനിടയിൽ ഖത്തർ എയർവേസ്, ബഹ്റൈൻ, എൽബിൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളുടെ താൽക്കാലിക വിലക്ക് വെള്ളിയാഴ്ച വരെ നീട്ടിയതായും അറിയിക്കുന്നു. സാങ്കേതിക പ്രശ്നങ്ങളും ചില വ്യോമപാതകളിലെ താൽക്കാലിക നിയന്ത്രണങ്ങളുമാണ് ഒമാൻ എയർസിന്റെ സർവീസുകളെയും ബാധിക്കുന്നത്. അതിനാൽ ചില വിമാനങ്ങൾ വൈകുന്ന സാഹചര്യവുമുണ്ട്. ചില വിമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്തതായും ഒമാൻ എയർലൈൻസ് അറിയിക്കുന്നു. ബാധിക്കപ്പെട്ട യാത്രക്കാരെ വാട്സ്ആപ്പ്, SMS, ഇമെയിൽ വഴി വിവരങ്ങൾ അറിയിക്കുമെന്നും കമ്പനി അറിയിച്ചു. അതേസമയം അന്താരാഷ്ട്ര വിമാന സർവീസുകളിലും നിയന്ത്രണം തുടരുകയാണ്. മേഖലയിലെ സുരക്ഷാ സാഹചര്യം നിരീക്ഷിച്ചു വന്നതിന് ശേഷം അന്താരാഷ്ട്ര വിമാന കമ്പനികളും ഗൾഫ് മേഖലയിലേക്കുള്ള സർവീസുകളും താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ദുബായിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ ഓഗസ്റ്റ് 18 വരെ എയർ ഫ്രാൻസ് നിർത്തിവെച്ചു. റിയാദിലേക്കുള്ള സർവീസുകൾ ഓഗസ്റ്റ് 14 വരെയും നിർത്തിവെച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.